ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 16-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ യേശുനാഥൻ വിതക്കാരന്റെ ഉപമയുടെ വിശദീകരണം നൽകുകയാണ്. നമ്മൾ മുമ്പൊരു ഞായറാഴ്ച ഈ വിതക്കാരന്റെ ഉപമയെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിച്ചിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിതക്കാരന്റെ ഉപമയ്ക്ക് ഈശോ നൽകുന്നൊരു വിശദീകരണം. സത്യത്തിൽ അത് മറ്റൊരു ഉപമയ്ക്കും അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഈശോ ഒരു കഥ പറഞ്ഞിട്ട് ആ കഥയുടെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ വിശദീകരണം അല്ലെങ്കിൽ വ്യാഖ്യാനം ഈശോ തന്നെ നൽകുക. അപ്പൊ അതിന്റെ വ്യാഖ്യാനം നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, അതിലേക്ക് പ്രവേശിക്കുന്നില്ല. മറിച്ച് 4 തരം നിലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1 വഴിയരികിൽ വീണു, 2 പാറപ്പുറത്ത് വീണു, 3 മുള്ളുകൾക്കിടയിൽ വീണു, 4 നല്ല നിലത്ത് വീണു. അപ്പൊ 4-ാമത്തെ നിലം, ഈ 4-ാമത്തെ നിലമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഹൃദയകാഠിന്യം പോലെ മണ്ണുറഞ്ഞു പോയ കരുണയില്ലാത്ത പാറപ്പുറങ്ങളായി ഹൃദയം മാറുന്നു. മറ്റാരൊക്കെയോ വഴിയായി ഉപയോഗിച്ചതിന്റെ പേരിൽ ചവിട്ടുപതിക്കപ്പെട്ട മണ്ണിൽ വിത്ത് കിളിർക്കുന്നില്ലെന്ന പേരിൽ അത് വഴിയരികിൽ വീണ വിത്തിന്റെ നാശത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കയറുന്ന പല പ്രലോഭനങ്ങളുടെയും അല്ലെങ്കിൽ നമുക്ക് മേൽ വരുന്ന പല പ്രശ്നങ്ങളുടെയും ഒക്കെ മുൾപടർപ്പുകൾ വളരാൻ അനുവദിച്ചതുകൊണ്ട് മുൾപടർപ്പിനിടയിൽ വീണ വിത്തായി അത് ഞെരുങ്ങിപ്പോകുന്നു. പക്ഷെ നല്ല നിലത്ത് വീണത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ വഴിയായി മാറാതെ സൂക്ഷിക്കുക, മുൾപടർപ്പുകളെ വേരോടെ പിഴുത് തീ എരിച്ച് കളയുക, പാറയായി പോയതിനെ മൃദുവാക്കി എടുക്കുക, നല്ല നില നമുക്ക് സജ്ജമാക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇത് സത്യത്തില് നമ്മൾ ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ എല്ലാവരും ഒരിക്കൽ നല്ല നിലം തന്നെ ആയിരുന്നു. നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ എല്ലാവരും നല്ല നിലം തന്നെയായിരുന്നു. പക്ഷെ ജീവിതാനുഭവങ്ങളും നമ്മൾ ജീവിച്ച ചുറ്റുപാടും നമ്മൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ചില തിക്താനുഭവങ്ങളും ഒക്കെയാണ് നമ്മളെ ഒന്നെങ്കിൽ വഴിയോ അല്ലെങ്കിൽ മുൾപ്പടർപ്പോ അല്ലെങ്കിൽ പാറപ്പുറമോ ഒക്കെ ആയിട്ടുള്ള നിലമാക്കി തീർത്തത്. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മളന്ന് ചിന്തിച്ചിരുന്നു, ഈ വഴിയായി പോയതിനെയൊക്കെ കുമ്പസാരത്തിന്റെ വേലി കെട്ടി സൂക്ഷിക്കണം. അപ്പോൾ വഴിയല്ലാതായി മാറും, നല്ല നിലവാകും. മുൾപ്പടർപ്പായി മാറിയ എല്ലാ തിന്മകളെയും മുൾപ്പടർപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ തിന്മകളെയും വചനം കൊണ്ട്, വചനമാവുന്ന വാളുകൊണ്ട് ആ മുൾപ്പടർപ്പുകളെ അരിഞ്ഞു നീക്കണം. ദിവ്യകാരുണ്യത്തിന്റെ ആ തിരുഹൃദയ ചൈതന്യം വീണ് പാറപ്പുറമായ ഹൃദയങ്ങൾ നല്ല നിലമാകണം. അപ്പൊ ഈ 3 കാര്യങ്ങളിലൂടെയാണ് കുമ്പസാരം, വചനം. കുമ്പസാരത്തിലൂടെ നമുക്ക് ജീവിതം വേലികെട്ടി സൂക്ഷിച്ചാൽ വഴിയല്ലാതായി മാറും. വചനമാകുന്ന വാളുകൊണ്ട് തിന്മയുടെ എല്ലാ മുൾപ്പടർപ്പുകളെയും അരിഞ്ഞു മാറ്റണം. ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹ ചൈതന്യം കൊണ്ട് ആ സ്നേഹ ചൈതന്യം മഴയായി പെയ്ത്, കൃപ മഴയായി പെയ്ത് ആ ഹൃദയകാഠിന്യം, കരുണയും ക്ഷമയും ഇല്ലാത്ത ഹൃദയകാഠിന്യമുള്ള നമ്മളുടെ ഹൃദയങ്ങളെ മൃദുവാക്കി തീർക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ നല്ല നിലവായി മാറും. ഇപ്പൊ ഈ ഒരു 3 വഴികളിലൂടെ മാത്രമേ നമ്മൾ നല്ല നിലവായി മാറുകയുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചുറ്റുപാടുകളുള്ള കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒറ്റ കാര്യം മാത്രമാണ്. നമ്മുടെ ചുറ്റുപാടുകളുള്ള കുഞ്ഞുമക്കളുണ്ട്, നല്ല നിലങ്ങളാ. എന്തെങ്കിലും ഇത്തിരി പോകുന്ന മുൾപ്പടർപ്പുകളും ഇങ്ങനെ ഉറഞ്ഞുറഞ്ഞ് പാറയാകാൻ ഉള്ള തുടക്കങ്ങളും എന്തൊക്കെയോ ആകുലതകളൊക്കെ ജീവിതത്തിലൂടെ കയറി ഇറങ്ങി പോകുന്നതിന്റെ പേരിൽ വഴിയായി മാറിയതിന്റെ രീതിക്ക് വചനം വിളയാതെ തുടങ്ങുന്നൊരു അനുഭവം ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങൾ കണ്ടെത്താണ്ട് സാധിക്കും. നമ്മൾ അതിന്റെ പ്രൊട്ടക്ടേഴ്സ് കൂടിയാണ്, നമ്മളതിന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് കൂടിയാണ്. നമ്മളാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളെ വേലി കെട്ടി സൂക്ഷിക്കണം. അവിടെ കുമ്പസാരം എന്ന് പറയുന്ന കാര്യമില്ല, അത് നമ്മുടെ പേഴ്സണൽ കാര്യം പറഞ്ഞ ആദ്യം നമ്മളുടെ സ്നേഹം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ വേലി കെട്ടി സൂക്ഷിക്കണം. കർത്താവിന്റെ സ്നേഹം നമ്മുടെ ഇടപെടലിലൂടെ അവരുടെ ജീവിതത്തിലെ മുൾപ്പടർപ്പുകളെ എരിയിച്ച് കളയണം. കർത്താവിന്റെ സ്നേഹം നമ്മളിലൂടെ ഉള്ള ഇടപെടലായി മാറിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ മൃദുവാക്കി തീർക്കണം, പാറയാക്കാൻ അനുവദിക്കരുത്. അപ്പൊ ഇതാണ് ഈ സൂക്ഷിമ നമുക്ക് മുമ്പിൽ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം. അതായത് അവനവന്റെ ജീവിതത്തെ വഴിയായി മാറാതെ കുമ്പസാരം കൊണ്ടും മുൾപ്പടർപ്പുകളെ വചനം കൊണ്ടും
പാറയായി പോവാൻ തുടങ്ങിയതിനെയൊക്കെ ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹചൈതന്യം കൊണ്ടും വീണ്ടെടുത്ത് നല്ലതിനമാക്കാൻ നമ്മൾ ശ്രമിക്കുക, അവനവൻ ശ്രമിക്കുക. പേഴ്സണൽ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ചുറ്റുപാടുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആ കുഞ്ഞുമക്കളുടെ ജീവിതങ്ങളെ വേലി കെട്ടി സൂക്ഷിക്കാൻ നമ്മുടെ സ്നേഹവും നമ്മുടെ നിർദ്ദേശങ്ങളും നമ്മുടെ നിബന്ധനകളും നമ്മുടെ തെറ്റിതിരുത്തലും ഒക്കെ കൊണ്ട് അവരുടെ വേലി കെട്ടി സൂക്ഷിച്ച് മുൾപ്പടർപ്പരിഞ്ഞു മാറ്റി അവരുടെ ഹൃദയങ്ങളെ തിരുഹൃദയം പോലെ മാംസളമായ ഹൃദയമാക്കി തീർത്ത് വീണ്ടെടുക്കാനുള്ള, നല്ല നിലമായി കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ടെന്ന് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കങ്ങനെ ഒരു ദൗത്യം മുതിർന്നവർക്ക് എല്ലാവർക്കും, ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മുതിർന്ന ഏതൊരാൾക്കും നമ്മുടെ ചുറ്റുപാടുള്ള കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ദൗത്യമുണ്ട്, ഈ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ബോധത്തിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.